ബുദ്ധിയോ ശക്തിയോ അല്ല ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും പ്രതിഭാശാലിയാക്കി മാറ്റുന്നത്, മറിച്ച് നിരന്തരമായിട്ടുള്ള പരിശ്രമമാണ് എന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അദ്ദേഹം ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള വളരെ ധിഷണാശാലിയായിട്ടുള്ള വ്യക്തിയാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഈ പറയുന്നത്. ഒരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബുദ്ധിയോ അതുപോലെ തന്നെ ശക്തിയോ അല്ല, മറിച്ച് നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ. നമുക്കറിയാം, നമ്മുടെ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എത്രയോ വ്യക്തികളാണ് ബുദ്ധിയും അതുപോലെ തന്നെ ശക്തിയും കൊണ്ട് പരാജയപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നേരെ മറിച്ച് നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങൾ നമുക്ക് മലയാള സിനിമകളിലേക്ക് തന്നെ ഒന്ന് കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കുന്നുള്ളതാണ്. അവരൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ അഭിനയിച്ചിരുന്ന സിനിമകൾ, പ്രത്യേകിച്ച് മോഹൻലാൽ, മമ്മൂട്ടി, അവരുടെ കമൽഹാസൻ, അവരുടെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലെ സിനിമകൾ പോലെയല്ല ഇന്നത്തെ അവരുടെ അഭിനയ രീതികളൊക്കെ തന്നെ എത്രമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം അവർ പരിശ്രമിച്ച് അവരൊരു പ്രതിഭാശാലികളായിട്ട് മാറി, അവരുടെ യൂണിവേഴ്സിറ്റികളായി മാറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത് ഒരു പരിശ്രമമാണ്. അപ്പോൾ പരിശ്രമമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു പ്രതിഭാശാലിയാക്കി മാറ്റുന്നത്, അല്ലാണ്ട് ഒരിക്കലും അവരുടെ ബുദ്ധിയോ അല്ലെങ്കിൽ ശക്തിയോ അല്ല എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ശരാശരി ബുദ്ധിശേഷി ഉണ്ടെങ്കിൽ തന്നെ നിരന്തരമായിട്ടുള്ള പരിശ്രമത്തിലൂടെ നമുക്കും നല്ല ഒരു 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 വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മാറാം. നമ്മളെ പ്രൊഫഷണൽ മേഖലയിൽ നമുക്ക് മികവ് പുലർത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നിരന്തരമായിട്ടുള്ള പരിശ്രമങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലകളെ നമുക്കൊരു ഒരു നല്ല ഒരു എന്താ പറയുക കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാക്കി നമുക്ക് നമ്മെ തന്നെ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ നിർഭരമായിട്ടുള്ള ഒരു കാര്യമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.